ഡോക്ടർ നമസ്തേ. നമ്മൾ പുറത്തുവിട്ട ഒരു വാർത്തയിൽ താങ്കളുടെ പ്രതികരണം അറിഞ്ഞാണ് ഈ ഫോൺ കോൾ താങ്കളിലേക്ക് എത്തിയത്. അതിൽ കൊച്ചിയിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി അവിടുത്തെ മുൻ ജീവനക്കാരി അവർ ഈ അവയവ കടത്തുമായി ബന്ധപ്പെട്ട പരാതി നൽകിയപ്പോൾ അവരുടെ ജോലി കളഞ്ഞ ഏജന്റും ആശുപത്രി ജീവനക്കാരും ഇവരെക്കുറിച്ചുള്ള പരാതിയാണ് അവരുടെ വെളിപ്പെടുത്തൽ. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ. പക്ഷേ ഈ ഡെഫിനറ്റ്ലി ഈ ലിവിങ് ഡോണർ എന്നുള്ള ആ ഒരു ഏരിയയിൽ പാവപ്പെട്ട ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിവറോ കിഡ്നി ആവശ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ഫെയിലിയർ വന്നു കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മരിച്ചു പോകുന്ന ഒരു ഗതിയാണ്. അപ്പോൾ അവരിപ്പോൾ ഫോർ എക്സാമ്പിൾ O ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ആൾക്കാർ O ഗ്രൂപ്പ് തന്നെ ആയിരിക്കണം. അപ്പം അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് ഇല്ലാത്ത ഒരാൾ ബന്ധത്തിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എവിടെന്നെങ്കിലും നോക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു അത്യാവശ്യകത വരുന്നത്. കാരണം അവർ ജീവന് വേണ്ടി അവർ ആ സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലോ. അതിൻ്റെ പ്രോബ്ലമായി നമുക്കുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസ്തിഷ്ക മരണം കൂടുതൽ കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ. കഷ്ടകാലത്തിന് എല്ലാവരുടെയും, ജനങ്ങളുടെയും, ഈവൻ മീഡിയയുടെയും എല്ലാവരുടെയും ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ മസ്തിഷ്ക മരണത്തിന്റെ ഇടയിൽ ഒത്തിരി ഈ തരത്തിലുള്ള മാഫിയകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് തെറ്റാണ്. ഈ മാഫിയ ഉണ്ടായിരിക്കാം, അത് പക്ഷേ ലിവിങ് ഡോണേഴ്സിലാണ്. അത് ജീവനുള്ള ആൾക്കാർക്ക് അവർ പൈസ കൊടുത്ത് അവരെ ടെസ്റ്റ് ചെയ്ത് അവരുടെ കൊടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ മസ്തിഷ്ക മരണത്തിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. ബിക്കോസ് അത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് ആൾക്കാർ ഇൻവോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ റെസിപ്പിനെ കണ്ടുപിടിക്കുകയൊക്കെ സമയമില്ലാത്തൊരു പരിപാടിയാണ്. മാത്രമല്ല മസ്തിഷ്ക മരണം ഉണ്ടാക്കുന്നത് ഈ സാധാരണ ജനങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ളൊരു കാര്യമേ അല്ല. അതൊരു വളരെ അതിന്റെ ടെക്നിക്കാലിറ്റീസ് വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷെ കഷ്ടകാലത്തിന് ആ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് മസ്തിഷ്ക മരണം അങ്ങോട്ട് നടക്കുന്നില്ല. ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 25 എണ്ണം നടന്നിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു സപ്ലൈ ഡിമാൻഡ് പ്രശ്നമുണ്ട്. ഇത്രയും ഓർഗൻ ആവശ്യമുള്ള ജീവൻ നിലനിർത്താൻ വേണ്ടി ആവശ്യമുള്ള ആൾക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാരുണ്ട് പൈസയ്ക്ക് വേണ്ടി. സോ ഒബ്വിയസ്ലി ദാറ്റ് ഹാപ്പൻസ്. നിർത്താൻ വേണ്ടി ഗവൺമെന്റിന് തന്നെ ഒത്തിരി നിബന്ധനകളും ഒരു ഓർഗനൈസേഷൻ കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി പോയിട്ട് അവർ ഈ പറഞ്ഞ പോലെ യാതൊരു തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇൻസെന്റീവും വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ഒരു ഇത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് പാസ്സാക്കിയതിന് ശേഷമേ ട്രാൻസ്പ്ലാന്റ് നടക്കുകയുള്ളൂ. ഓബ്വിയസ്ലി അതിൻ്റെ ഇടയിൽ കൂടെ പലതരത്തിലുള്ള തിരിമറികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത് തോന്നുന്നു. നിർത്താൻ വേണ്ടി എളുപ്പമാർഗമില്ല. നമ്പർ 1 മസ്തിഷ്ക മരണം കൂടുതൽ കൊണ്ടുവരിക. രണ്ടാമതായിട്ട് ഇതിന്റെ ഇപ്പോഴുള്ള ആ ഒരു പ്രോട്ടോകോൾസ് മേ ബി കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കണമായിരിക്കും. ശരി ഡോക്ടർ, ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. അതിലേക്ക് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് അങ്ങയുടെ പെർമിഷനോട് കൂടി. കാരണം ഈ മസ്തിഷ്ക മരണം മനഃപൂർവ്വമായി സൃഷ്ടിക്കപ്പെടുന്നു എന്നൊരു ഗുരുതര ആരോപണം സാധാരണ ജനങ്ങൾ ഒരുപക്ഷെ അത് ഈ മെഡിക്കൽ രംഗത്ത് നിന്നുള്ളവരുടെ ഭാഗത്ത് നിന്ന് കൂടി ഈ ആരോപണം വരുമ്പോൾ അത് തീർച്ചയായും വിശ്വസിച്ചേക്കാം എന്നുള്ളത് കൂടി ഉണ്ടല്ലോ. ഈ വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ ചില കേസുകളിൽ നിയമ പോരാട്ടത്തിലേക്കും ഒറ്റയാൾ പോരാട്ടത്തിലേക്കും ആരംഭിച്ച ഒരു ഡോക്ടർ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ തന്നെ ഈ മസ്തിഷ്ക മരണം ഈ ശരിയായ ചികിത്സ നൽകാതെ അതിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ അവയവങ്ങൾ എടുത്ത് കച്ചവടത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു പരാതി വളരെ സജീവമായി തന്നെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതെ, കേരളത്തിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഇങ്ങനെ വരും. അതിന്റെ കാരണം ഇതൊരു ഈ മീഡിയാസിനും സീരിയൽസിനും ടിവിക്കും ബുക്കിനും ഒക്കെ ഒരു വളരെ പോപ്പുലർ തീമാണ് ഒരാളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ. പക്ഷെ അതിന്റെ സത്യാവസ്ഥ ഒരു സിമ്പിൾ ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരാൾക്ക് ഒരു ഓർഗൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഓർഗൻ അതിന്റെ ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം. മനസ്സിലായില്ലേ? നല്ല ക്വാളിറ്റി ആണെങ്കിൽ മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാളിപ്പം ഒരാൾ ബ്രെയിൻ ഡെത്ത് ആയിട്ട് ഒരാൾ വന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞാൽ സപ്പോൾ അയാളൊരു ഓർഗൻ ഡോണർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ബ്രെയിൻ ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിച്ച് വരില്ല. 1958 ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്ക്രൈബ് ചെയ്ത കുറെ ക്രൈറ്റീരിയയാണ് ഈ ബ്രെയിൻ ഡെത്ത്. ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഈ ലോകത്ത് ഒരാൾ പോലും ജീവിച്ചിട്ടില്ല. ഒറ്റൊരാൾ പോലും. അവരെല്ലാം എവരിബഡി വിൽ ഡൈ. അവർ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വെന്റിലേഷനിൽ മാത്രമേ നിൽക്കുള്ളൂ. ആ വെന്റിലേഷൻ നിന്നാൽ പോലും കുറച്ചൊരു സമയം മാത്രമേ നിൽക്കത്തുള്ളൂ. വളരെ 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 റെയർ ആയിട്ട് 1-2 വർഷം ജീവിച്ച ആൾക്കാരുണ്ട്. ബട്ട് എവരിബഡി ഹാസ് ഡൈഡ്. അപ്പോൾ ഈ മസ്തിഷ്ക മരണം സംഭവിച്ചിങ്ങനെ അല്ലെങ്കിൽ മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി വരുമ്പോഴത്തേക്കും അവരെ ട്രീറ്റ് ചെയ്യാതെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഓർഗൻ നശിച്ചു പോകും.
പിന്നെ ഓർഗൻ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അഥവാ ഒരു സപ്പോസ് 2 ആൾക്കാർ വന്നിരുന്നു, 2 പേരും മസ്തിഷ്ക മരണം എ ആൻഡ് ബി. എ എന്നുള്ള ആൾ ഓർഗൻ ഡോണർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ട്രീറ്റ്മെന്റ് കൊടുക്കും, കാരണം അവരുടെ ഓർഗൻ നമുക്ക് ആവശ്യമുള്ളതാണ്, അവ വേറെ ആൾ കൊടുക്കാനുള്ളതാണ്. അതേസമയം ബി ആവശ്യം ആർക്കില്ലാണെങ്കിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എന്തായാലും മരിച്ചു. അങ്ങനെയുള്ളവരെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. അതെന്റെ സിമ്പിൾ ഫാക്ട്. സോ ട്രീറ്റ് ചെയ്യാതെ നമുക്ക് ഒരാളുടെ ഓർഗൻ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് മാക്സിമം ട്രീറ്റ്മെന്റ് വേണ്ടി വരും. അവരെ തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് പോകത്തക്ക വിധത്തിലുള്ള മാക്സിമം ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ അവയവങ്ങളൊക്കെ അതിന്റെ അത്യുന്നത ക്വാളിറ്റിയിൽ നിൽക്കത്തുള്ളൂ. സോ ഒരാൾ ട്രീറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന തെറ്റിദ്ധാരണ മൊത്തമായിട്ടും തെറ്റാണത്. മാത്രമല്ല, ഈ മസ്തിഷ്ക മരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈപ്പ് ഒരു മരണമാണ്. അതായത് നമ്മൾ ഒരാളെ കൊല്ലാൻ വളരെ എളുപ്പമാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊല്ലാം. പക്ഷേ ഈ ബ്രെയിൻ ഡെത്ത്, അതായത് ആ ബ്രെയിൻ മാത്രം മരിക്കുന്നു, പക്ഷെ ഹാർട്ട് നിൽക്കുന്നില്ല. അതാണ് അതിന്റെ സംഭവം. സാധാരണഗതിയിൽ ഈ ബ്രെയിൻ നിന്ന് കഴിഞ്ഞാൽ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസോച്ഛ്വാസം നിൽക്കും. ശ്വാസോച്ഛ്വാസം നിന്ന് കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാ അവയവങ്ങളും മരിച്ചു പോകും. യൂഷ്വലി 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് എല്ലാ അവയവങ്ങളും മരിച്ചു പോകും. പക്ഷെ ആ സമയം, മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ആ സമയം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ റെസ്പിറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ വെന്റിലേറ്റർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള അവയവങ്ങൾക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് ഹാർട്ടിനും ഓക്സിജൻ കിട്ടുന്നുണ്ട്. അതിനൊരു പേസ് മേക്കർ ഉണ്ട്, നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി ചാർജ് നിൽക്കുന്നിടത്തോളം കാലം ഹാർട്ട് ബീറ്റ് ചെയ്യും. പക്ഷെ അതിനൊരു സമയമുണ്ട്, ആ ബാറ്ററി തീരുമ്പോഴത്തേക്ക് ഹാർട്ട് നിൽക്കും. പക്ഷെ ആ ഒരു ലിമിറ്റഡ് പീരീഡിൽ ഹാർട്ട് ബീറ്റ് ചെയ്യും. ആ സമയം നമുക്ക് ബാക്കിയുള്ള ഓർഗൻസും വർക്ക് ചെയ്യും. അപ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ആ ഒരു ചെറിയൊരു സമയത്ത് തന്നെ ആൾക്കാർ മരിച്ചു പോകും. സോ ഇത് സംഭവിക്കുന്നത് 90% റോഡ് ട്രാഫിക് ആക്സിഡന്റ് വന്ന് തലയ്ക്ക് ഇഞ്ചുറി വന്നിട്ട് ആശുപത്രി വന്ന് അവരെ വെന്റിലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പൊ അത് ബ്രെയിൻ ഡെത്ത് ആണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി വളരെ വിപുലമായ ടെസ്റ്റുകളും നിബന്ധനകളും ഉണ്ട്. ഇവിടെ 4 ഡോക്ടേഴ്സ് വരണം, 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യണം. അതൊക്കെ എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കാൻ വളരെ പ്രയാസം തന്നെയാണത്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ സുധീം പ്രതികരിച്ചതിന്.